ഒരിക്കൽ ഒരു വലിയ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു പാവപ്പെട്ട ചെരുപ്പുകുത്തി താമസിച്ചിരുന്നു. അയാൾക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും അയാൾ എപ്പോഴും പാട്ടുപാടിയും ചിരിച്ചും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അയാളുടെ സന്തോഷം കണ്ട് അയൽവാസിയായ ഒരു വലിയ പണക്കാരന് അത്ഭുതം തോന്നി. പണക്കാരന് വലിയ വീടും പണവുമുണ്ടായിരുന്നെങ്കിലും സമാധാനമായി ഉറങ്ങാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം പണക്കാരൻ ചെരുപ്പുകുത്തിയെ വിളിച്ചു പറഞ്ഞു, "നീ ഇത്രയും ദരിദ്രനായിട്ടും ഇത്ര സന്തോഷത്തോടെ കഴിയുന്നല്ലോ. നിനക്ക് ഞാൻ 1000 സ്വർണ്ണനാണയങ്ങൾ തരുന്നു. ഇനി നിനക്ക് സുഖമായി ജീവിക്കാം." ചെരുപ്പുകുത്തിക്ക് ആദ്യം വലിയ സന്തോഷമായി. അയാൾ ആ സ്വർണ്ണനാണയങ്ങൾ തന്റെ വീട്ടിലെ ഒരു രഹസ്യസ്ഥലത്ത് കുഴിച്ചിട്ടു. പക്ഷേ അന്നു മുതൽ അയാളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ആരെങ്കിലും അത് മോഷ്ടിക്കുമോ എന്ന പേടി കാരണം അയാൾക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ പാടാൻ പോലും അയാൾ മറന്നുപോയി. പണത്തെക്കുറിച്ചുള്ള ആധി അയാളുടെ മുഖത്തെ ചിരി മായ്ച്ചുകളഞ്ഞു. അയാൾ എപ്പോഴും ഗൗരവക്കാരനും അസ്വസ്ഥനുമായി മാറി. പണം അയാളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെരുപ്പുകുത്തിക്ക് കാര്യം മനസ്സിലായി. അയാൾ ആ സ്വർണ്ണനാണയങ്ങളുമായി പണക്കാരന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, "പ്രഭു, അങ്ങയുടെ ഈ പണം തിരികെ എടുത്താലും എനിക്കെന്റെ പഴയ സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്. പണമില്ലാതിരുന്നപ്പോൾ ഞാൻ എത്ര സ്വതന്ത്രനായിരുന്നു." ചെരുപ്പുകുത്തി ആ പണം തിരികെ നൽകി. എന്നിട്ട് വീണ്ടും പാട്ടുപാടിക്കൊണ്ട് തന്റെ ജോലിയിലേക്ക് മടങ്ങി. പഴയതിനേക്കാൾ സന്തോഷവാനായി അയാൾ ജീവിച്ചു. മനസ്സിന്റെ സമാധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. പണം നമുക്ക് സൗകര്യങ്ങൾ തന്നേക്കാം, പക്ഷേ ഒരിക്കലും യഥാർത്ഥ സന്തോഷം നൽകില്ല.